നമസ്കാരം എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണ ബമ്പാട്. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം എല്ലാം അയച്ചു തരണം. ഫോണിൽ വിളിച്ചിട്ട് ഒരു ചെറിയ സംശയം, എൻ്റെ കല്യാണം നടക്കണില്ല, ജോലി കിട്ടണില്ല, പ്രൊമോഷൻ കിട്ടണില്ല, വിദേശത്ത് പോക്ക് നടക്കണില്ല, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ജാതകം പരിശോധിച്ച് നോക്കിയിട്ട് മാത്രമേ ശരിയായ ഒരു മറുപടി പറയാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് തന്നെ അയക്കണം. ഈ ഉച്ചത്തിൻ്റെ മുക്കാല് മൊത്തം ചിത്രയുടെ പകുതി വരെയുള്ള നക്ഷത്രമാണ് കന്നിക്കൂറ് എന്ന് പറയുന്നത്. കന്നിക്കൂറുകാർക്ക് വ്യാഴം ഇപ്പോൾ 9-ലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ലതാണ്. വ്യാഴം 9-ൽ നിൽക്കുമ്പോൾ ഗുരുജന മനസ്സ് ഈശ്വരാണാം പ്രസാദം. നിങ്ങൾക്ക് ഗുരുക്കന്മാർ, മാതാപിതാ, ഗുരു, ദൈവം എല്ലാവരുടെയും പ്രീതി കിട്ടും. ഈശ്വരൻ്റെ പ്രസാദം കിട്ടും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾക്ക് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും ജപങ്ങളും തപങ്ങളും ഒക്കെ ചെയ്യണം. ചില സമയത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്കും ജപത്തിനും കുറവ് വരുമ്പോഴാണ് ദോഷങ്ങളുണ്ടെങ്കിൽ അത് കാര്യമായ രീതിയിൽ നമ്മുടെ കുടുംബത്തെയും സമ്പത്തിനെയും സന്തതിയൊക്കെ ബാധിച്ചു പോരുന്നു. നിങ്ങൾ നല്ല രീതിയിൽ ഇരിക്കുന്ന കാലം വരെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം നിങ്ങൾക്ക് എല്ലാ പരിഹാരങ്ങളും നേട്ടങ്ങളും കിട്ടും. ഈശ്വരനും പ്രസാദിക്കും. വെറുതൊരു ഭാഗ്യസ്ഥധർമ്മസ്യ, ഭാഗ്യമില്ലാതെ കിടക്കണവർക്ക് ഭാഗ്യം കിട്ടാനും, നഷ്ടപ്പെട്ട ഭൂമി, വസ്തു, ധനം, പണം, ബിസിനസ് ഇതൊക്കെ നേടി ജയിക്കാനും, പൗത്ര സൗഖ്യം, പിള്ളേർക്കും മക്കൾക്കും നല്ല ജോലിയും പൈസയും വിവാഹവും കുടുംബ സൗഖ്യമൊക്കെ കിട്ടാനും ഒക്കെ യോഗമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ശനി 6-ൽ നിൽക്കുന്ന സമയമാണ്. ശനി 6 നിൽക്കുമ്പോൾ നിങ്ങൾ എത്ര സമ്പന്നരായിരുന്നാലും കുറച്ച് കടം ഉണ്ടാവും. അത് വീട് വയ്ക്കാൻ, വസ്തു വാങ്ങിക്കാൻ, വണ്ടി വാങ്ങിക്കാൻ, വിദേശത്ത് പോകാൻ, മക്കൾക്ക് വേണ്ടി, കുടുംബക്കാർക്ക് വേണ്ടി ഒക്കെ വേണ്ടിയുള്ള കടങ്ങളായിരിക്കും. ഉണ്ണാർത്തചോര, ക്ഷത, രോഗ, ശത്രു, തസ്കരനാരാതി, വിഘ്നാദി, വേദി, യശനുക്ഷതി, മരണം വാരി ശസ്ത്രേണ, ചിന്തനീയം ഹി സഷ്ടത. തസ്കരന്മാർ എന്ന് വെച്ചാൽ കള്ളന്മാർ നിമിത്തം നമ്മളെ പൈസകൾ നഷ്ടപ്പെടാൻ യോഗമുണ്ട്. പണ്ട് വീട്ടിൽ വന്ന് മോട്ടിക്കൊണ്ട് പോവുകയേ ഉള്ളൂ, പ്രശ്നമില്ല. ഇപ്പം നമുക്ക് ഓൺലൈൻ തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷെയർ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ് ഇതൊക്കെ ചെയ്യുന്നത് വളരെയധികം സൂക്ഷിക്കണം. കാരണം നമ്മൾ മുടക്കുന്നത് ചിലപ്പോൾ ഇരട്ടിയായിട്ട് കിട്ടും. ചില സമയത്ത് മൊത്തത്തിൽ നമ്മളെ കയ്യിരിക്കുന്നതെല്ലാം അടിച്ചുകൊണ്ട് പോവാതെ സൂക്ഷിക്കണം. എന്ന ബാധ്യതകളും ക്ഷതം, മറിഞ്ഞു വീണ് കൈയും കാലുമൊക്കെ ഒടിയുന്നതും, ആശുപത്രിയിൽ പോയ ചെറിയ രോഗത്തിനും നല്ല സർജറിയൊക്കെ വേണമെന്ന് പറയും. അങ്ങനെ ക്ഷതം, മുറിവ്, ചതവുകൾ, രോഗം, നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങളാണ് വരുന്നെങ്കിൽ അത് പെട്ടെന്ന് മാറൂല. വലിയ മഹാരോഗമൊന്നുമല്ല. ചെറിയ അസുഖങ്ങളും വന്നാലും, ഒരു ചുമ വന്നാലും, ഒരു പനി വന്നാലും, ഒരു കാലുവേദന, നടുവേദനയൊക്കെ വന്നാലും പെട്ടെന്ന് മാറാതെ ബുദ്ധിമുട്ടും. അതിന് മരുന്നും മന്ത്രവും രണ്ടും വേണം. ശത്രു എന്ന് പറയുന്നത് നിങ്ങൾ എവിടെ ചെന്ന് ആരുടെ സംസാരിച്ചാലും വഴക്കമുണ്ടാക്കി കൊണ്ടുവരും, ശത്രുത ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ സ്നേഹിച്ചാലും മറ്റുള്ളവരുടെ വിരോധം ഉള്ളത് നിങ്ങൾ വിഷമിക്കാൻ പോകണ്ട. നിങ്ങൾ ആർക്കും ഒരു വഴക്കിനും ഉടക്കിനൊന്നും പോണവരല്ല. മറ്റുള്ളവർ പറയണ കേട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കാനും പോകണ്ട. നമുക്ക് ശത്രുത തോന്നും. എന്തുകൊണ്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമുക്ക് ടെൻഷൻ തോന്നും. ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് എത്ര ശത്രുക്കളുണ്ടെങ്കിലും ശത്രുക്കൾ നിങ്ങളെ ഒരു ഉപദ്രവവും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥനകളും സ്നേഹവും കൊണ്ട് അവർക്കും കൂടെ സന്തോഷം തോന്നുകയുള്ളൂ. അങ്ങനെ നമുക്ക് ശത്രുത ഉണ്ടായിക്കൊണ്ടിരിക്കും. വഴി തർക്കം, ഭൂമി തർക്കം, അവകാശ തർക്കം ഇതൊക്കെ കൊണ്ടും ശത്രുതകളൊക്കെ ഉണ്ടാവും. ബന്ധുക്കളുമായിട്ടും ചെറിയ വിരോധമൊക്കെ ഉണ്ട്. അതാണ് ശത്രു സ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന കാലം വിഷമതകളാണ്. പിന്നെ രാഹു 7 സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ 7 രാഹു നിൽക്കുമ്പോൾ പാപേ സപ്തമതേ കളത്ര മരണം, യോഗോ വിയോഗ, ഭാര്യ മരിച്ചുപോയി, ബന്ധം തെറിച്ചുപോയി,
സർപ്പദോഷം ഭാര്യാസ്ഥാനത്ത് ബാധിക്കുമ്പോൾ ഭാര്യയ്ക്ക് ചെറിയ അസുഖങ്ങളും, കുതിരയെപ്പോലെ ചാടി ഓടി നടക്കുന്ന ഭാര്യ പാമ്പിനെ പോലെ എരിയണ അവസ്ഥ, ഓർത്തോ ന്യൂറോ ഗ്യാസോ സൈക്കോ പ്രോബ്ലങ്ങൾ, ഇതൊക്കെ വ്യക്തിയുടെ ഭാര്യാസ്ഥാനത്ത് വരുമ്പോൾ ഭാര്യയ്ക്കും ഒക്കെ ബാധിക്കാൻ യോഗമുണ്ട്. ഒരു സർപ്പപ്രീതി വരുത്തണം. വേഴൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് സമ്പത്തിനും സന്തതിക്കും സൗഭാഗ്യത്തിനും ഈശ്വരാനുകൂല്യത്തിനും കുറവ് വരില്ല. സർപ്പത്തിൻ്റെ ദോഷത്തിനും ശത്രുക്കളുടെ ദോഷത്തിനും നിങ്ങൾ ഏത് ദൈവത്തെയാണോ വിചാരിക്കുന്നത്, ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത്, ആ ദൈവങ്ങളോട് പ്രാർത്ഥിക്കണം. പിന്നെ നമുക്ക് ഗണപതി പൂജ, മൃത്യുഞ്ജയോമം, ശത്രുസംഹാര പൂജ, ഐശ്വര്യ പൂജ, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ദോഷങ്ങൾ മാറും. ഇപ്പം കറണ്ട് പോകുമ്പോൾ നമ്മൾ ഇരുട്ടത്തിരിക്കേണ്ട, ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ അത് കത്തിച്ച് വയ്ക്കുക, ഒരു എമർജൻസി ലാമ്പ് ഉണ്ടെങ്കിൽ അത് കത്തിച്ച് വയ്ക്കുക, ഒരു സോളാർ പാനൽ ഉണ്ടെങ്കിൽ എല്ലാ ഫാനും മിക്സിയും ഗ്രൈൻഡറും ഒക്കെ പ്രവർത്തിപ്പിക്കുക, ഒരു ജനറേറ്റർ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കുക. അങ്ങനെ ചെറിയ പരിഹാരവും വലിയ പരിഹാരവും ഉണ്ട്. അത് ഏതൊക്കെ വേണമെങ്കിൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത പരിഹാരങ്ങൾ നമുക്ക് കൊണ്ട് ദോഷങ്ങളെ മാറ്റാൻ പറ്റും. വിഷമമൊന്നും ധരിക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ട് വിഷമിക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ ദോഷം മാറാൻ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് തന്നെ പരിഹാരമുണ്ട്. എങ്കിലും പരിഹാരവും നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില സമയങ്ങളിൽ ഫലിക്കാതിരിക്കും. ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഗുണം കിട്ടാതിരിക്കും. ഇപ്പം വെയിലത്ത് നിങ്ങളൊരു വാഴ കൊണ്ട് നട്ടാൽ നല്ല കൃഷി ചെയ്ത്, പക്ഷേ എല്ലാം പട്ടുപോയുന്നത് പോലെയാണ്. മഴയത്ത് കൊണ്ടുവന്ന് നട്ടാൽ നല്ല തഴച്ച് വളർന്ന് നല്ല ഫലം കിട്ടുന്നത് പോലെയാണ്. അപ്പം നല്ല സമയങ്ങളിലും കെട്ട സമയങ്ങളിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഗുണദോഷങ്ങളായിട്ട് പറയുന്നു. സുഖദുഃഖകരം കർമ്മം ശുഭാശുഭമുഹൂർത്തജം ജന്മാന്തരേ അഭികൽക്കുരിയാൽ ഫലം തസ്യ അന്യോ അവിവാ. അപ്പോൾ സുഖദുഃഖകരം കർമ്മം ശുഭാശുഭ മുഹൂർത്തജം, ശുഭങ്ങളും അശുഭങ്ങളുമായിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ സുഖത്തിനും അല്ലെങ്കിൽ ദുഃഖത്തിനും കാരണഹേതുവാണ്. നല്ല സമയത്ത് നമുക്കൊരു കുഴപ്പവും ബാധിക്കില്ല. ജാതകവും കൂടെ പരിശോധിച്ച് ജാതകത്തിന് നല്ലതാണെങ്കിൽ വിഷമിക്കേണ്ട. എങ്കിലും നമുക്ക് ഈ സർപ്പത്തിനും ശനിക്കും എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന്, ഏഴണ്ട ശനിയോ കണ്ടക ശനിയോ അഷ്ടമശനിയെ പോലെ വലിയ വിപത്തുകളോ കുഴപ്പങ്ങളൊന്നും ശനി 6 നിൽക്കുമ്പോൾ ഉണ്ടാവില്ല. കടങ്ങൾ, ശത്രുക്കൾ അത് ഒഴിവാക്കാൻ വസ്തു വാങ്ങിക്കാനും നല്ല കാര്യത്തിൽ ബിസിനസ്സിനും ഏജൻസിക്കൊക്കെ വേണ്ടിയായിരിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് നമ്മൾ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ വിഷമതകൾ മാറി നമ്മുടെ തൊഴിലിലും വളരെ ഐശ്വര്യവും പ്രവൃത്തി നേട്ടങ്ങളും ഈശ്വര ഭക്തി കൊണ്ട് കർമാനുഷ്ഠാനങ്ങളെ കൊണ്ട് നേടാനും ദേവാലയം നമുക്ക് ദൈവങ്ങളുടെ അനുഗ്രഹമൊക്കെ കിട്ടാനും ഒക്കെ കന്നിക്കൂറുകാർക്ക് യോഗമുണ്ട്. എന്തുകൊണ്ടും പരിഹാരങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർ പരിഹാരം ചെയ്യുക. അല്ലെങ്കിൽ സ്വയം പ്രാർത്ഥനകളും ജപങ്ങളും തപങ്ങളും മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ഒക്കെ കൊണ്ട് നമുക്ക് ഈ കുരുക്കുകളിൽ നിന്ന് നല്ല രീതിയിൽ രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾക്കും കുടുംബത്തിനുമൊക്കെ നല്ലത് വരുന്നതിന് വേണ്ടി കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ അമാവാസി പൂജ ചെയ്യാൻ താല്പര്യമുള്ളവർ അറിയിക്കണം. അതിരാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയോമം, 4 മണിക്ക് യമരാജ ഹോമം, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ അഭിഷേകം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പങ്കെടുത്താൽ വളരെയധികം നേട്ടങ്ങൾ. ഒരുപക്ഷെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, വരാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ വാട്സപ്പിലേക്ക് നിങ്ങളുടെ നക്ഷത്രവും പേരും നാമവും അയച്ചു തന്നാൽ അഭിഷേകം ചെയ്ത എണ്ണ, ജപിച്ച നൂല്, അഭിഷേകം ചെയ്ത ഭസ്മം, പ്രസാദങ്ങളൊക്കെ പോസ്റ്റിൽ കൂടെ അയച്ചു തരാൻ പറ്റും. അഡ്രസ്സും കൂടെ അയച്ചു തരണം. കാലഭൈരവ സ്വാമിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവരും ഈ മൊബൈലിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്കും കുടുംബത്തിനും എല്ലാവിധ ആയുരാരോഗ്യ ഐശ്വര്യ ഉപവൃത്തികൾ ലഭിക്കട്ടെ എന്ന് കാലഭൈരവ സ്വാമിയോടും പത്മനാഭ സ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.